ജമ്മു കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നു. ഭീകരയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്നതാണ്. ബസന്ത്, വളരെ ശക്തമായ അന്വേഷണം നടക്കുന്നു. പലപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിയാത്തുള്ള ഒരു ആശങ്ക പലയിടങ്ങളിൽ നിന്നും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അന്വേഷണം പോകുന്നത്? എവിടെയൊക്കെ പോസ്റ്ററുകൾ പതിപ്പിച്ചു? NIA അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷോപ്പിയാനിൽ ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. അതായത് ഭീകരരുടെ ചിത്രങ്ങൾ, നേരത്തെ പുറത്തു വന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പതിപ്പിച്ചിരിക്കുന്നത്. ഇവർക്കായി 20 ലക്ഷം രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും. വലിയ തോതിലുള്ള തെരച്ചിൽ NIA ഭാഗത്തു നിന്നുണ്ട്. സംഭവം നടന്ന ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നിരിക്കുന്നു. ഏകദേശം 20 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു NIA ഈ അന്വേഷണം നടത്തി തുടങ്ങിയിട്ട് തന്നെ. പക്ഷേ ഇപ്പോഴും ഈ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഇവരെവിടെ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഈ നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ അതിർത്തിയിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള സേനാ വിന്യാസമുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തായിരുന്നാലും അതിർത്തി കടക്കാനുള്ള അല്ലെങ്കിൽ നിയന്ത്രണ രേഖ കടന്നു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ കശ്മീർ മേഖലയിൽ എവിടെയെങ്കിലും ഇവർ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ പീർപഞ്ചാൽ വനനിരകൾ വഴി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിവരം നേരത്തെ വന്നിരുന്നു. ഏതായാലും വലിയ തോതിലുള്ള തെരച്ചിൽ അന്ന് മുതൽ തന്നെ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 4 ഇടത്ത് ഇവരെ കണ്ടെത്തിയിരുന്നു. അതിൽ ഒരിടത്ത് ഏറ്റുമുട്ടൽ വരെ ഉണ്ടായതാണ്. പക്ഷേ അവിടെ നിന്നും പിന്നീട് അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വരുന്ന വിവരം. ഇപ്പോൾ ഷോപ്പിയാനിൽ ഈ 4 പേരിൽ ഇവർക്ക് മറ്റുള്ളവരുമായി, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഷോപ്പിയാനിലെ കാടുകളിലാണ് ഈ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു.